താലൂക്ക് ആശുപത്രിയുടെ പേര് ഒരു ദിവസം രാവിലെ ഒരു ബോർഡ് വെച്ചു, മെഡിക്കൽ കോളേജ് എന്ന്. അപ്പോൾ അതെന്തായി? മെഡിക്കൽ കോളേജായി മാറി. ഇതുപോലെയാണ് ഒരു ആദിവാസി കോളനീൻ്റെ പേര് ഇനി കോളനി എന്ന് എഴുതരുത്, സങ്കേതം എന്ന് മാറ്റണമെന്ന് പറഞ്ഞു. അതോടുകൂടി കോളനി മാറി സങ്കേതമായി. ഇത്രയാണ് എന്താണ് ഇതിലുള്ള പരിണാമം എന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് അപ്പുറം വലിയൊരു പരിണാമം ഉള്ളാട കോളനി ഉണ്ട്. കോളനിയിലെ ശരിയാണ്. ഞാൻ പറയുന്നത് കോളനി എന്നുള്ള പേര് മാറ്റുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല, പക്ഷെ എന്താ മാറ്റാനുള്ള കാര്യങ്ങളൂടെ ചെയ്യണം. അതുകൊണ്ടാണ് 37,000 കോടി പോകാതറിയാത്തത്. സാമൂഹികമായ അവസ്ഥയെ മാറ്റുന്നത് എങ്ങനെയാ? കോളനി മാറി നഗരമാകുമ്പോൾ അവിടെ ആ വ്യക്തികൾ അനുഭവിക്കുന്ന ഒരു മാനസികമായിട്ട് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യൻ ജീവിക്കുന്ന അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 70 വയസ്സാണ്. ഒരു 70 വയസ്സിനുള്ളിൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് മാറുന്നത്. നമ്മൾ പരിണാമ സിദ്ധാന്തം അല്ല പഠിക്കുന്നത്. 100 വർഷം കൊണ്ട് 200 വർഷം കൊണ്ട് തിരുവനന്തപുരം റോഡ് പണിത് 60,000 കോടിക്കാണ്. നിങ്ങൾ മനസ്സിലായോ? കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം റോഡ് പണിത് 60,000 കോടിക്കാണ്. നിങ്ങൾ ഈ പറയുന്ന 1000 കോടി പോലും മുടക്കാതെ മരുന്ന് കിട്ടാനുള്ള അവസ്ഥയില്ല. നിങ്ങൾ അട്ടപ്പാടിയിലെ ജനങ്ങളെ അറിയിക്കുന്നത് മരുന്ന് കിട്ടാനില്ല. മധു എന്ന് പറയുന്ന ഒരു ആദിവാസി പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, കേരള സംസ്ഥാനത്ത് പണം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അല്ല, ആരടിച്ചു? ഒരു ആദിവാസി മനോഭാവം ഉണ്ടല്ലോ ഈ പറയുന്ന സംവിധാനം നടത്തിയിട്ട് നിങ്ങൾ പേര് മാറ്റിക്കോളൂ. കൂടെ അതിന് ഞാൻ കോളനി എന്നുള്ള പേര് മാറ്റിയതിനെ കുറിച്ചല്ല പറയുന്നത്. ചെയ്യേണ്ടതാണ്, പരിണാമം വരുത്തേണ്ടതാണ്, മാറ്റേണ്ടതാണ്, 100% ഉറപ്പാണ്. കൂടെ എന്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഇംപ്ലിമെന്റ് ഏജൻസിനെ വൃത്തിയായി കൈകാര്യം ചെയ്യാൻ എത്ര സംസ്ഥാനങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് സംവിധാനത്തിലുള്ള അഴിമതിയെ ഇതുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റില്ലെന്നേ. രാജസ്ഥാൻ നാളെ രാവിലെ ഈ ചർച്ച എടുത്തിട്ട് ആദിവാസി വിഭാഗത്തിൽ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിന്റെ അഴിമതിയെ കുറിച്ച് ചർച്ച നടത്താൻ പോകുന്നുണ്ടോ? ചർച്ച നടത്താൻ പോകുന്നില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ചർച്ച. 6ാമത്തെ പഞ്ചവത്സര പദ്ധതി മുതൽ ഇങ്ങോട്ട് കൃത്യമായ ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാൻ 70 വയസ്സാ. ആ 70 വയസ്സിൽ പോലും ഞാൻ പറഞ്ഞത് നമ്മൾ കരുണാകരന്റെ കാലം തുടങ്ങി പറയാണ്, ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് എത്ര ശതമാനം ഉണ്ടെന്ന് അറിയില്ല. ഇടുക്കിയിലും വയനാട്ടിലും പത്തനംതിട്ടയിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. അച്ഛൻ്റെ കാലം തുടങ്ങി ആ കോളനിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ കോളനിയിൽ നിന്നാണ് പണിക്കാർ വരെ പറയും. എന്തിനാണെന്നറിയോ? അച്ഛൻ്റെ കാലം തുടങ്ങിയിട്ട് ആ കോളനിയിൽ നിന്നാണ് തോട്ടത്തിൽ പണിയെടുക്കാൻ ആൾ വരുന്നത്. മാറ്റാൻ പറ്റില്ല. അത് ആരുടെ കഴിവാണ്? ഈ സ്റ്റേറ്റിന്റെ അതെന്തുകൊണ്ട് ചർച്ച നടക്കുന്നില്ല? അതെന്തുകൊണ്ട് ഇത്ര പരിഷ്കൃത സമൂഹത്തിൽ ചർച്ച നടക്കുന്നില്ല? പക്ഷേ ഉന്നത കുലജാതർ വന്നിട്ടാണ് മാറ്റം. ഞാൻ പറയുന്നത് സുരേഷ് ഗോപിയുടെ അഭിപ്രായമല്ല, ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം. ഞാൻ പറയാം, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ 66,000 കോടി രൂപ ഈ പറഞ്ഞ 66,000 കോടി കൊടുക്കിയിട്ട് നിങ്ങൾക്ക് NH പണിയാലോ. അവർക്ക് വേണ്ട കാര്യങ്ങൾ കഴിയുന്നില്ല. തെറ്റായ ഉദാഹരണമാണ്. ഇന്ത്യയിൽ ഒരു ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്ന ഒരു റോഡ് വന്നു ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ. ഒരു വംശം മുഴുവൻ കുറ്റിയേറ്റുപോയി. ആ പ്രദേശത്ത് ആ റോഡ് വന്നതിനെ തുടർന്ന് ആ റോഡ് ആരുടെ ആവശ്യമായിരുന്നു? ആ റോഡ് ആരുടെ ആവശ്യമല്ലായിരുന്നു? വലിയ ചർച്ച നടക്കുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരു നിമിഷം അങ്ങ് പറഞ്ഞല്ലോ. ഈ എന്തുകൊണ്ടാണ് ഈ രാജസ്ഥാനിൽ ഇന്ദർകുമാർ ഗുജറാൾ എന്ന പേരുള്ളൊരു കുട്ടി കുടത്തിൽ നിന്ന് വെള്ളമെടുത്തതിൻ്റെ പേരിൽ ആ ക്ലാസ്സിലെ ഉന്നത കുലജാതനായ അധ്യാപകൻ നിങ്ങൾ ഒന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് റോഡ് പണിയണ്ടാന്നല്ല. ഞാൻ പറയുന്നത് റോഡ് പണിയണ്ടാന്നല്ല. ഞാൻ പറയുന്നത് പല പല ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാണ്
നിങ്ങളുടെ കോളനിയിൽ ശരി, ഞാൻ പറയുന്നത് അർത്ഥം നിങ്ങൾ രണ്ടായിട്ട് ഡൈവേർട്ട് ചെയ്തിടുക. ഞാൻ പറയുന്നത് കേരളത്തിൽ റോഡ് അല്ലെങ്കിൽ ഇന്ത്യയിൽ റോഡ് പണിയുണ്ടെന്നല്ലോ, എവിടെ പ്രൊജക്ട് വരണ്ടെന്നോ അല്ല. ഞാൻ പറയുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിവുള്ളും പ്രാപ്തി സർക്കാരിന് അട്ടപ്പാടി പോലെയുള്ള ഒരു സ്ഥലത്ത് ആൾക്കാരെ മാറ്റാൻ കഴിയില്ല. എത്ര നിങ്ങൾ പറ, എത്ര സ്കൂളുണ്ട് അട്ടപ്പാടിയിൽ, എത്ര ഹോസ്പിറ്റൽ ഉണ്ട് അട്ടപ്പാടിയിൽ? വയനാടിലാണല്ലോ അല്ല കേരളത്തിൽ. അതെ ആയിക്കോട്ടെ, ഞാൻ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണ് ഈ ഉന്നത കുലജാതന്റെ മനോനിലയും അങ്ങനെയാണ് അവിടെ ആ മനുഷ്യനോട് എംപതൈസ് ചെയ്യാൻ പറ്റും. സമ്മതിച്ചു. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഉന്നത കുലജാതരല്ലോ കേരളത്തിന്റെ പിന്നെ SC/ST വകുപ്പ്. നോക്കൂ, അത് ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ ഭരണചക്രത്തിന്റെ ഭാഗമായിരിക്കുന്നവർ, ഇതെല്ലാം അതിന്റെ ഉത്തരവാദികളാണ്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഈ നാട്ടിലിരിക്കുന്ന ഭരണഘടന എഴുതിയതാരാ? ആ ഭരണഘടന എഴുതിയ മനുഷ്യൻ ഡോക്ടർ BR അംബേദ്കർ. ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഉദാഹരണങ്ങൾ ഉണ്ടാവും. പക്ഷേ എന്താണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ അകത്ത് റോഡ് പണിയുണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്താ, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ഗവൺമെന്റിന്, ഒരു സ്റ്റേറ്റിന് എന്ന് പറഞ്ഞാൽ 1000 ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ പറ്റുന്നില്ല. 1000 ആദിവാസി ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് രോഗം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് എന്താണ്, ഞാൻ ഉന്നത കുലജാതരെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ നാട്ടിൽ വിഭാഗങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട കിട്ടാത്തതിന്റെ കാരണം മറുഭാഗത്ത് അത് നടപ്പിലാക്കുന്ന ആളുകൾക്ക് അവരുമായി എംപതൈസ് ചെയ്യാത്ത മനുഷ്യരാണ്, അവരുടെ ഇടയിൽപ്പെടാത്ത മനുഷ്യരാണ്. ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ വാക്കെടുത്ത് പറഞ്ഞാൽ ഉന്നത കുലജാതരാണ്. അതാണ് പ്രശ്നം. നിങ്ങൾ ഞാൻ എന്തു പറഞ്ഞാലും അവസാനം കെട്ടാൻ പോകുന്ന സ്ഥലം ഉന്നത കുലജാതരാണ്. നിങ്ങൾ ഒറ്റ കാക്ക് പറഞ്ഞു ഉന്നത കുലജാതര, ഒരു സെക്കൻഡ് ഉന്നത കുലജാതര ഒന്ന് മാറ്റി നിർത്തിയാൽ നിങ്ങൾ അട്ടപ്പാടിയിലെ ജനങ്ങൾക്ക് മരുന്ന് കൊടുക്കും. അട്ടപ്പാടിയിലെ സുരേഷ് ഗോപി ഒരു വികാരജീവിയാണോ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയമെങ്കിൽ ഞങ്ങൾ ആരും ഉന്നത കുലജാതര എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇതിനകത്ത് വേറെ കാര്യം പറയട്ടെ. ഇപ്പൊ JP നഡ്ഡ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പാർലമെന്റിൽ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? രാജ്യത്ത് 90 സെക്രട്ടറിമാരുണ്ട്, അവരാണ് ഈ ഭരണം നടത്തുന്നത്. മിഷണറി നടത്തുന്നത് അവരാണ്. ഞാൻ മിണ്ടാതിരിക്കുന്നില്ലേ? പറയട്ടെ. 90 സെക്രട്ടറിമാരുണ്ട്. എത്ര പേരാന്നറിയാം പിന്നാക്കാരനകത്തുള്ളത്? 3 സെക്രട്ടറിമാരുടെ കണക്കാണ് ഈ പറയുന്നത്. JP നഡ്ഡ വെച്ച കണക്കാട്ടോ, പാർലമെന്റ് വെച്ചിരിക്കുന്ന കണക്കാ. ഞാൻ പറയട്ടെ, 90 സെക്രട്ടറി അങ്ങനെ തന്നെയാണ്. പിന്നെ എന്നൂര് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആദിവാസികളുടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വയനാട്ടിൽ വൈത്തിരി നടത്തുന്ന പരിപാടി എന്നൂര് എന്ന് പറഞ്ഞ സംവിധാനം. ആ എന്നൂര് പിന്നെ എങ്ങനെയാ വന്നതെന്നറിയോ? എങ്ങനെയാ വന്ന, ശ്രീധന്യ എന്ന് പറഞ്ഞൊരു IAS കളക്ടറുണ്ട്, സബ് കളക്ടർ, മാനന്തവാടി സബ് കളക്ടർ ആയിരുന്നു. അവരുടെ ഐഡിയ മാത്രം ഇംപ്ലിമെന്റ് ചെയ്തൊരു സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ ഈ അല്ല പറയട്ടെ, കംപ്ലീറ്റ് അതിൽ കയറി അടിക്കില്ലേ, ഞാൻ പറയട്ടെ. എന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ്. അവരെ വിദ്യാഭ്യാസം കൊടുത്ത് പ്രോപ്പറായി മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമല്ല, എങ്ങനെ ശ്രീധന്യ കളക്ടറായി ഇന്ന് പിന്നാമ്പർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയട്ടെ സാറേ, നിങ്ങൾ അതിൽ കയറി അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടല്ലേ. എന്ന് പറഞ്ഞാൽ ഇവരെ വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോക്കം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനറിയാം, ചെയ്യേണ്ട പറയുന്നതല്ല. പക്ഷേ എന്താണ്, നിങ്ങൾ ഒരു കോളനി പണിയാൻ ഒരു പിന്നെ ഏരിയ പണിയാൻ വേണ്ടിയിട്ട് ഒരു 50 ആ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വീട് പണിയാൻ വേണ്ടി ഒരാളെ നിശ്ചയിച്ച് നോക്കുക. നിങ്ങൾ അവരൊരു വിദ്യാഭ്യാസമുള്ള ഒരു സംവിധാനമുള്ള ഒരാളെ ഈ പ്രൊജക്റ്റ്, അതിനൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് അവർ എഞ്ചിനീയറിംഗ് പാസ്സായതോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്കറിയാം അത് കൈകാര്യം ചെയ്യാൻ. ഇതെന്താണ് ഇത് സംസ്ഥാനത്ത് നടക്കുന്നതെന്നറിയോ? അവിടെ ഒരു കോൺട്രാക്ട് വരും, ആ
ആ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ പാവങ്ങൾ ഒരു മിനിറ്റ് സാറേ ഞാൻ നിങ്ങൾ പറയുന്നത് നമ്മൾ സമയം exceed ചെയ്തു. എക്സീഡ് ചെയ്തു സാർ ഞാൻ ഒരു മിനിറ്റ് നിങ്ങളുടെ ഈ പിന്നെ ടോപ്പിക്കിൽ നിന്ന് ഡിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ കൂട്ടിക്കോളൂ പക്ഷേ എന്താണ് ഈ ഒരു വേദി ആയതുകൊണ്ട് ഞാൻ പറയാം ഈ പറയുന്ന സംവിധാനത്തെ പ്രോപ്പറായിട്ട് സ്റ്റേറ്റുകൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ 50 വർഷം 75 വർഷം അല്ല 100 വർഷം കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ അത്രമാത്രം ഞാൻ ഇതിനകത്ത് പറഞ്ഞോളൂ അല്ല സുരേഷ് ഗോപി ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് മാറ്റി പറയാം എന്നൊന്നും വിചാരിക്കണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. Meet the editors.